ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത കാലത്തായി വന്നൊരു നോട്ടിഫിക്കേഷനാണ് കമ്പനി ബോർഡ് LGS. ബിരുദധാരികൾക്കും കൂടി അപേക്ഷിക്കാൻ അവസരമുണ്ടായിരുന്ന ഒരു തസ്തികയാണ് കമ്പനി ബോർഡ് LGS. എന്തായാലും അപേക്ഷിക്കാനുള്ള സമയമെല്ലാം കഴിഞ്ഞു, നിങ്ങൾ എല്ലാവരും അപേക്ഷിച്ചിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ ഇതുവരെ നിലവിലുള്ള റാങ്ക് പട്ടികയിൽ എത്ര അഡ്വൈസ് പോയി, ഇനി നിങ്ങൾ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ജോലി നിങ്ങളുടെ കയ്യിലിരിക്കും, ആ വക കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിന്റെ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം 8.52 ലക്ഷം അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ തവണത്തേക്കാൾ 3.31 ലക്ഷം കുറവ് ഉണ്ട്. അതായത് അപേക്ഷകരുടെ എണ്ണത്തിൽ വൻ കുറവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഡിഗ്രിക്കാർക്ക് കൂടി അവസരം നൽകിയിട്ടും അപേക്ഷകരുടെ എണ്ണത്തിൽ ഇത്രയും ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള എണ്ണം പറഞ്ഞാൽ 8,52,084 അപേക്ഷകളാണ് ഈ കഴിഞ്ഞ ഡിസംബർ 15 വിജ്ഞാപനത്തിന് ലഭിച്ചത്. ലാസ്റ്റ് ഡേറ്റ് ജനുവരി 19 ആയിരുന്നു. അപ്പോൾ എല്ലാവരും അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും. 2017 ഈ വിജ്ഞാപനം വന്നപ്പോഴത്തേക്കും 11,83,328 അപേക്ഷകളാണ് ലഭിച്ചിരുന്നത്. അപ്പൊ 4 വർഷം കഴിഞ്ഞ് വീണ്ടും വിജ്ഞാപനം വന്നപ്പോൾ അത് 8 ലക്ഷമായിട്ട് കുറഞ്ഞു. അതായത് 3,31,244 അപേക്ഷകര് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ PSC കണക്ക് കൂട്ടിയിരുന്നത്, PSCയുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് അപേക്ഷകർ 12 ലക്ഷം കടക്കും എന്നാണ് PSC കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. എന്തുകൊണ്ടോ അത് സംഭവിച്ചില്ല. 3 ലക്ഷത്തിന്റെ കുറവാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ വിജ്ഞാപനങ്ങൾക്കിടയിലെ ദീർഘമായ ഇടവേളകളും 2 ഘട്ട പരീക്ഷയും മാറിയ ചോദ്യശൈലിയുമാണ് അപേക്ഷകർ കുറയാനുള്ള പ്രധാന കാരണമായിട്ട് വിലയിരുത്തുന്നത്. അതായത് പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ടായിരിക്കാം അപേക്ഷകർ കുറയാനുള്ള കാരണം. അതുപോലെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ്, മാറിയ ചോദ്യ രീതി, ഇതൊക്കെ കൊണ്ട് കഴിഞ്ഞ ഒരു രീതി ആയിരുന്നില്ല ഇപ്പോ ഇനി അഭിമുഖീകരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ഒരു രീതി ആയിരിക്കത്തില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞത്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനെ തന്നെ കുറച്ച് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാ PSC പരീക്ഷകൾക്കും ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭാഗമാണ് SCRT. അപ്പൊ SCRTക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് 120 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ഒരു ബാച്ച് കോഴ്സ് ജനുവരി 19 അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സും അതുപോലെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ ബെവ്കോ LD എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അതുപോലെ CPO എക്സാമിനും CEO എക്സാമിനും ഡിഫറെൻറ്റ് ബാച്ച് കോഴ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനും ജോയിൻ ചെയ്യാവുന്നതാണ്. 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ട്, അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. HSA എക്സാമിന് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കോഴ്സുകളും 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇതിന്റെ ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും അറിയാം. 7ാം ക്ലാസ് വിജയവും സൈക്കിൾ സവാരി പരിചയവുമാണ് ഈ തസ്തികയുടെ യോഗ്യത. വനിതകളെയും ഭിന്നശേഷിക്കാരെയും സൈക്കിൾ സവാരി പരിചയത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ ഉള്ള വിലക്കും മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് വിലക്കില്ല, അവർക്ക് അപേക്ഷിക്കാൻ പറ്റും. ഡിഗ്രിക്കാർക്ക് ഉൾപ്പെടെ അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയായിരുന്നു. എന്നിട്ടും ഇതിന്റെ അപേക്ഷകരിൽ വൻ കുറവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ബിരുദധാരികൾക്ക് വിലക്കുള്ള വിവിധ വകുപ്പുകളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന് 8 ലക്ഷത്തോളം പേരാണ് അപേക്ഷിച്ചത്. അതായത് ഈ കഴിഞ്ഞ LGSന് 8 ലക്ഷത്തോളം പേരാണ് അപേക്ഷിച്ചത്. 10ാം ക്ലാസ് വിജയം വരെ യോഗ്യതയുള്ള തസ്തികകൾ ഏകീകരിച്ച് പൊതു പ്രാഥമിക പരീക്ഷ നടത്തുമെന്ന് PSC അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിലായിരിക്കും ഇതിന്റെ പ്രിലിംസ് നടത്താൻ വേണ്ടി സാധ്യത. ഇതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസ് ഇട്ടതാണ്. അപ്പോൾ പ്രിലിംസ് 10th ലെവൽ ക്വാളിഫിക്കേഷനിൽ ഇപ്പോൾ വിളിച്ച VFA, ബെവ്കോ LD, അതുപോലെ കമ്പനി LGS ഈ തസ്തികകൾക്ക് ഒരുമിച്ചിട്ടായിരിക്കും മെയില് പ്രിലിംസ് നടത്താൻ PSC തീരുമാനിക്കുന്നത്. ഇനി കഴിഞ്ഞ ലിസ്റ്റില്
ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് എത്ര പേർക്കാണ് നിയമന ശുപാർശ പോയത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഞാൻ അഡ്വൈസ് എത്ര റാങ്ക് വരെയാണ് പോയിട്ടുള്ളത് എന്ന അഡ്വൈസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ 2500 നിയമന ശുപാർശകളാണ് ഇതുവരെ കടന്നത്. അപ്പോൾ കാലാവധി ഇതുവരെയായിട്ടും പൂർത്തിയായിട്ടില്ല. ഇപ്പൊ നിലവിലെ റാങ്ക് പട്ടികയിൽ നിന്നും നിയമന ശുപാർശ 2500 കടന്നു. 2 ത്രോൺ ഔട്ട് ഉൾപ്പെടെ 2511 നിയമന ശുപാർശകളാണ് അയച്ചത്. അപ്പൊ കാലാവധി 1 വർഷം പിന്നിട്ടു. ഈ ലിസ്റ്റ് നിലവിൽ വന്നത് 14/1/2020 14/1/2020 ടോട്ടൽ അഡ്വൈസ് 2509 പ്ലസ് 2 ത്രോൺ ഔട്ട്, അതായത് 2511 നിയമന ശുപാർശകൾ അയച്ചിട്ടുണ്ട്. കാലാവധി 1 വർഷം പിന്നിട്ട് ലാസ്റ്റ് അഡ്വൈസ് പോയത് 2021 ഡിസംബർ 28 ലാസ്റ്റ് അഡ്വൈസും പോയത്. അപ്പൊ ഇവിടെ PSCയുടെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും നിയമന ശുപാർശ നൽകി കാലാവധിക്ക് മുൻപ് റാങ്ക് പട്ടിക റദ്ദാക്കാനാണ് സാധ്യത. മുഖ്യ പട്ടികയിൽ ഉണ്ടായിരുന്നത് 3207 പേരാണ്. 3207 പേരാണ് ഈ കഴിഞ്ഞ ലിസ്റ്റില് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഇതിൽ പുരുഷ വിഭാഗത്തില് 3105 വരെയുള്ള റാങ്കുകാർക്കാണ് ഓപ്പൺ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ 3105 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത്. ഈ വിഭാഗത്തിൽ 50-ൽ താഴെ ഉദ്യോഗാർത്ഥികളാണ് മുഖ്യ പട്ടികയിൽ അവശേഷിക്കുന്നത്. 50-ൽ താഴെ ഉദ്യോഗാർത്ഥികൾ മാത്രമേ ഉള്ളൂ ഈ മെയിൻ ലിസ്റ്റിലുള്ളത്. അപ്പൊ ഇവർക്ക് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിയമന ശുപാർശയും ലഭിക്കുന്നതാണ്. അതുപോലെ ഈ ഒരു കണക്കൂട്ടൽ കൊണ്ടാണ് PSC ഇപ്പോൾ തന്നെ ഇതിന്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. അപ്പൊ നിലവിലെ റാങ്ക് പട്ടികയിൽ നിന്നുള്ള നിയമന നില എന്ന് പറയുമ്പോൾ വനിതകൾ ഓപ്പൺ കാറ്റഗറി 2599, ഈഴവയാണെങ്കിൽ 2604, SC സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും 100, ST സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും 57, മുസ്ലിം സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും 39, LCAI സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും 65, OBC 2601, വിശ്വകർമ്മ 2743, SIUCN സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും 28, SCCC സപ്ലിമെന്ററി ലിസ്റ്റ് 39, ധീവര സപ്ലിമെന്ററി ലിസ്റ്റ് 13, ഹിന്ദു നാടാർ അപ് ടു സപ്ലിമെന്ററി ലിസ്റ്റ് 21. അപ്പോൾ ഒരുപാട് എല്ലാം പോയേക്കുന്നത്, അതായത് സപ്ലിമെന്ററി ലിസ്റ്റും കടന്നാണ് നിയമന ശുപാർശകൾ അയച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കണക്കും കൊടുത്തിട്ടുണ്ട്. LV 46, HI 41, LD/CP 70, ഇത്രയും വരെയാണ് പോയിരിക്കുന്നത്. ഫീമെയിൽ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ മെയിൽ കാറ്റഗറിയിൽ ഓപ്പൺ കാറ്റഗറിയിൽ 3705, ഈഴവ 3117, SC ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റ് 125, ST സപ്ലിമെന്ററി ലിസ്റ്റ് 66, മുസ്ലിം സപ്ലിമെന്ററി ലിസ്റ്റ് 74, LCRAI സപ്ലിമെന്ററി ലിസ്റ്റ് 76, OBC 3145, വിശ്വകർമ്മ സപ്ലിമെന്ററി ലിസ്റ്റ് 30, SIUCN സപ്ലിമെന്ററി ലിസ്റ്റ് 33, SCCC അപ് ടു SL സപ്ലിമെന്ററി ലിസ്റ്റ് 39, ധീവര സപ്ലിമെന്റ് ലിസ്റ്റ് 78, ഹിന്ദു നാട സപ്ലിമെന്റ് ലിസ്റ്റ് 21. ഇത്രയാണ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തായാലും ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ജോലി ലഭിക്കും എന്നുള്ളത്. അതായത് ലിസ്റ്റ് കംപ്ലീറ്റ് മെയിൻ ലിസ്റ്റിലുള്ള കംപ്ലീറ്റ് ആൾക്കാർക്കും അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നിയമന ശുപാർശകൾ പോയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് കമ്പനി ബോർഡ് ആയതുകൊണ്ട് ബോർഡ് നിശ്ചയിക്കുന്ന സാലറി അതൊക്കെ ഒരു ഫാക്ടറാണ്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇപ്പം വേറെ ഉയർന്ന ജോലി കിട്ടുമ്പോഴത്തേക്കും ആൾക്കാർ ഇത് വിട്ടിട്ട് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഇത്രയും അഡ്വൈസ് ഒക്കെ പോകാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ കമ്പനി ബോർഡ് LGS സ്വപ്നം കാണുന്നവർക്ക് ജോലി കയ്യിലിരിക്കുന്നതാണ്. അപ്പോൾ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് നിലവാരമായതുകൊണ്ട് 10ാം ക്ലാസ് പ്രിലിംസിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് SCRT പാഠപുസ്തകങ്ങൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ തറവായിട്ടും ഒരു പോയിന്റ് പോലും നഷ്ടപ്പെടാതെ നിങ്ങളങ്ങ് പഠിക്കാം. പിന്നെ SCRT പാഠപുസ്തകങ്ങൾ മാത്രമല്ല, ഇതിനോടൊപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുക. അതുപോലെ പ്രിലിമിനറി എക്സാമിന്റെ അപ്ഡേറ്റഡ് സിലബസ് PSC ഇതുവരെയായിട്ടും പബ്ലിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഉള്ള സിലബസ് വെച്ച് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. എല്ലാവരും ചോദിക്കുന്നുണ്ട് സിലബസ് എവിടെ കിട്ടുക. PSC എന്തായാലും പുതിയ സിലബസ് ഒന്നും ഇറക്കിയിട്ടില്ല. അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലൊരു സിലബസ് ഉണ്ട് പ്രിലിമിനറി എക്സാമിന്റെ. ആ സിലബസ് വെച്ച് പഠിക്കുക. ആ സിലബസ് കംപ്ലീറ്റ് ചെയ്തവർ മെയിൻ എക്സാമിന്റെ LDC മെയിൻ എക്സാമിന്റെ സിലബസ് നിങ്ങളിൽ ഓൾറെഡി ഉണ്ടല്ലോ, ആ സിലബസ് വെച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷൻ ഒക്കെ ആയതുകൊണ്ട് കുറേ പരീക്ഷകളൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ മെയിൽ ഈ പരീക്ഷ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ എല്ലാവരും പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു.
നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം, ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ 10th ലെവൽ പ്രിലിംസിന്റെ ക്ലാസ്സുകളെല്ലാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. VFA ബെവ്കോ LD എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഇതുവരെ ചെയ്ത 10th ലെവൽ പ്രിലിംസിന് വേണ്ടി ചെയ്ത എല്ലാ വീഡിയോസും ഇട്ടിട്ടുണ്ട്. ഓരോ വീഡിയോസ് ആയിട്ട് കാണുക. അതുപോലെ ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാം ഫ്രീ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. എന്തായാലും ഉപയോഗപ്പെടുത്താം. വീണ്ടും കാണാം.